ഇന്ത്യയുടെ നിർണായകമായ പ്രതിരോധ രഹസ്യം പാകിസ്ഥാൻ ചോർത്തിയോ എന്ന സംശയം ശക്തമായി തുടരുകയാണ്. ഇന്ത്യയുടെ S-400 സെൻസിറ്റീവ് ഡാറ്റയിലേക്ക് പാകിസ്ഥാന് പ്രവേശനം ലഭിച്ചോ? ഇത് വലിയൊരു ആശങ്കയായി തുടരുന്നുണ്ട്. ഇന്ത്യൻ സായുധ സേനയുടെ കൈവശമുള്ള S-400 ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളെ സംബന്ധിച്ച സെൻസിറ്റീവ് ഡാറ്റ പാകിസ്ഥാൻ നേടിയിട്ടുണ്ടോ? സംവിധാനങ്ങളുടെ എണ്ണം, മിസൈലുകൾ, അവയുടെ വിന്യാസ സ്ഥലങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ? ഹാക്കിംഗ് പ്രവർത്തനങ്ങളിലൂടെ രഹസ്യ വിവരങ്ങൾ ചോർന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യം നേടുന്നത് എന്നത് അടിവരയിടണം. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ റഡാറുകൾ, ലോഞ്ചറുകൾ, കമാൻഡ് പോസ്റ്റുകൾ, മിസൈലുകൾ എന്നിവയുടെ കൃത്യമായ വിവരങ്ങൾ അവരുടെ ശ്രദ്ധേയമായ S-400 കരാറിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. S-400 സംവിധാനം വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത റഷ്യൻ കമ്പനിയായ അൽമാസ് ആന്റിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ലഫ്റ്റനന്റ് കേണൽമാരായ സക്കുൾനിയുടെയും പൊട്ടപ്ലോവിന്റെയും ഇമെയിൽ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതിനെ തുടർന്നാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. BMTUവിലെ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി വ്ളാഡിമിർ ചെർവാക്കോവിൽ നിന്നുള്ള ഒരു ഇമെയിലിൽ ഓർഡർ ചെയ്ത എല്ലാ ഉപകരണങ്ങളും വിശദമാക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഫീച്ചർ ചെയ്തു. പുറത്തുവരുന്ന വിവരങ്ങളുടെ ആധികാരികത പരിശോധിച്ചാൽ അതിനർത്ഥം റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കരാറിന്റെ വ്യാപ്തി മാത്രമല്ല, ഇതിനകം പരസ്യമായ വിശദാംശങ്ങൾ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്ന പ്രത്യേക അളവിലുള്ള യുദ്ധസാമഗ്രികളും പാകിസ്ഥാന് ഇപ്പോൾ അറിയാമെന്നാണ്. ഈ രേഖകൾ ഇന്ത്യ ഓർഡർ ചെയ്തതും റഷ്യ കൈമാറുമെന്ന് വാഗ്ദാനം ചെയ്തതുമായ യുദ്ധോപകരണങ്ങളുടെ രൂപരേഖ മാത്രമല്ല നൽകുന്നതെന്നും ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നു. റഷ്യൻ ആയുധ കയറ്റുമതി കരാറുകളിൽ അസാധാരണമായ സുതാര്യതയുടെ ഒരു തലം വെളിപ്പെടുത്തുന്ന സമ്പൂർണ്ണ ആയുധ സംവിധാനങ്ങളും അവർ വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന്, റഷ്യയിൽ നിന്ന് അത്യാധുനിക സൈനിക ഉപകരണങ്ങൾക്കായി ഇന്ത്യ ഓർഡർ നൽകിയിട്ടുണ്ടെന്ന് ബൗമംഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചോർന്ന വിവരം കൃത്യവും സത്യവുമാണോ എന്നതാണ് നാനാഭാഗത്തു നിന്നും ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ശക്തമായി നടക്കുകയുമാണ്. നമുക്കറിയാം, 1970കളോടെ ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ റഷ്യ, അവിടെ നിന്ന് നിരവധി ആയുധ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു. പതിറ്റാണ്ടുകളായിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ ഇറക്കുമതിക്കാരനായി. ആണവ അന്തർവാഹിനികൾ, വിമാനവാഹിനി കപ്പലുകൾ, ടാങ്കുകൾ, തോക്കുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയുൾപ്പെടെ കാലാകാലങ്ങളിൽ ഇന്ത്യക്ക് ആവശ്യമായ ഏറ്റവും സെൻസിറ്റീവും പ്രധാനപ്പെട്ടതുമായ ആയുധ പ്ലാറ്റ്ഫോമുകൾ റഷ്യ നൽകിയിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സായുധ സേനയിലുടനീളമുള്ള റഷ്യൻ വംശജരായ ആയുധങ്ങളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും പങ്ക് 85% വരെയാണ്. അമേരിക്കയെ പിന്തുടർന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ കയറ്റുമതിക്കാരാണ് റഷ്യ. 2000നും 2020നും ഇടയിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 66.5% റഷ്യയിൽ നിന്നാണ്. ഇന്ത്യ റഷ്യ കൂട്ടുകെട്ടിൽ വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു ചോർച്ച നടത്തിയിട്ടുണ്ടോ, പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇതിന്റെ ആധികാരികത അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നതിനെ പറ്റി വിദഗ്ധരും പരസ്പരം ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ നല്ല പിള്ള ചമഞ്ഞാലും പാകിസ്ഥാന്റെ യഥാർത്ഥ പൊയ്മുഖം മനുഷ്യർക്ക്, ലോകത്തിന് വ്യക്തമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ടോ, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി കൂടുതൽ ചർച്ചകളും പഠനങ്ങളും നടക്കുകയുമാണ്.